ഇനിയുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെയർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയറിൽ തന്നെ താഴെയായിട്ട് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ തന്നെ ഡിലീറ്റ് അടിച്ചാലും പോകുന്നതാണ്. അങ്ങനെയല്ല ലെയറിൽ നിന്ന് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ലെയർ എടുത്താൽ മതി. അതിൻ്റെ ഇപ്പോൾ തന്നെ ആയിട്ടുള്ളത് പ്ലസ് ഓപ്ഷൻ, അതായത് പുതിയൊരു ലെയർ, നിങ്ങൾക്ക് ഒരു പുതിയൊരു ലെയർ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് അടിച്ചാൽ മതി. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് അടിക്കാം. അതേപോലെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് ഗ്രൂപ്പാണ്, ലെയർ ഗ്രൂപ്പ് ആക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഇമേജൊക്കെ പിടിച്ച് ഒരു ഗ്രൂപ്പ് ആക്കുന്നത്, ഈ ലെയേഴ്സൊക്കെ ഒറ്റ ഗ്രൂപ്പ് ആക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 3 ലെയറും സെലക്ട് ആക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് ഡ്രാഗ് ചെയ്താൽ മതി. ഏതൊക്കെ ലെയറാണോ അതൊക്കെ ഡ്രാഗ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബേർഡിൻ്റെ ഇമേജ് മുതൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ വരെ നിങ്ങൾക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ആദ്യം ഈ ബേർഡിൻ്റെ ഇമേജ് ഒന്ന് ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ലെയേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുന്നതാണ്. അതല്ല ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറും ഒരു ബേർഡിൻ്റെ ലെയറും മാത്രം സെലക്ട് ആക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾ വെച്ച് നിങ്ങൾക്ക് സെലക്ട് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ടൊരു ലെയർ മാത്രമാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ആക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് ഗ്രൂപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ഒറ്റൊരു ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഗ്രൂപ്പ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഇനി ഗ്രൂപ്പ് വേണ്ടാന്നുണ്ട്, അതായത് ഇപ്പോൾ ഗ്രൂപ്പ് വേണ്ട, ഈ ചെയ്ത ഗ്രൂപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഗ്രൂപ്പിനുള്ള റൈറ്റ് ക്ലിക്ക് അടിക്കുക. അതിനുശേഷം അൺഗ്രൂപ്പ് ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് റിമൂവ് ആയിട്ട് വരും, അതായത് അൺഗ്രൂപ്പ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഇനിയുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആണ്. അതിൽ തന്നെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും കളറോ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സോ പാറ്റേണോ അതുപോലെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുക്കാം. അതെടുക്കുമ്പോൾ തന്നെ പ്രോപ്പർട്ടീസ് ആയിട്ട് വേറെ ഒരു പാനലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലിപ്പോൾ ബ്രൈറ്റ്നെസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം, കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ. അതേപോലെ കോൺട്രാസ്റ്റും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം. അതിനുശേഷം ആ ഒരു പ്രോപ്പർട്ടീസിൽ നിന്ന് താഴെ ക്ലിപ്പിംഗ് മാസ്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലിപ്പിംഗ് മാസ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഇമേജിലേക്കാണ് അഡ്ജസ്റ്റ് ആക്കുന്നത് ആ ഒരു ഇമേജിലേക്കായിട്ട് തന്നെ ക്ലിപ്പായിട്ടുണ്ട്. അതായത് ക്ലിപ്പിംഗ് മാസ്ക് ആക്കാത്തപ്പോൾ ഈ ക്യാൻവാസിലുള്ള എല്ലാ ലെയറിലേക്കായിട്ടാണ് വന്നത്. ക്ലിപ്പിംഗ് മാസ്ക് ആക്കിയപ്പോൾ ഏത് ഇമേജിലേക്കാണോ നമുക്കത് വേണ്ടത് ആ ഒരു ഇമേജിലേക്കായിട്ട് തന്നെ ക്ലിപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അതേപോലെ റൈറ്റ് ക്ലിക്ക് അടിച്ച് റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് അടിച്ച് നിങ്ങൾക്ക് ഏത് ലെയറിലേക്കാണ് വേണ്ടത് ആ ഒരു ലെയറിലേക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഡിലീറ്റ് അടിക്കാം. ഇനിയുള്ളത് ക്ലിപ്പിംഗ് ലെയർ മാസ്ക് ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ടൂൾസ് ഒക്കെ വരുമ്പോൾ, അതായത് സെലക്ഷൻ ടൂൾസ് ഒക്കെ കട്ടാക്കേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അത് ആ ടൂൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്ന്. ലെയർ മാസ്കിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ളത്, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ലെയർ സ്കെയിലാണ്. ലെയർ സ്കെയിലിൽ അതേപോലെ ഡ്രോപ്പ് ഷാഡോ, കളർ ഓവർലി, ഗ്രേഡിങ് ഓവർലി, നിങ്ങൾക്കിപ്പോൾ ഒരു PNG ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒക്കെ ഐക്കൺസ് ഒക്കെ കളർ ചേഞ്ച് ആക്കാനൊക്കെ ഓപ്ഷൻ ഉള്ള, ആ കളർ ചേഞ്ച് ആക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് ആണത്. കളർ ഓവർലി അതൊക്കെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് മനസ്സിലാവും. ഇതിലിപ്പോൾ ഡ്രോപ്പ് ഷാഡോ എടുക്കാം. ഡ്രോപ്പ് ഷാഡോ എടുക്കുമ്പോൾ ഇതുപോലെ ലെയർ സ്കെയിൽ പറഞ്ഞ വലിയൊരു ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഡ്രോപ്പ് ഷാഡോക്ക് തന്നെയായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഒപ്പാസിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസും. ജസ്റ്റ് ഒന്ന് അതൊക്കെ ചെയ്ത് നോക്കാം. സൈസ്, സ്പ്രെഡ്, ഡിസ്റ്റൻസ്, ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറ്റും. അതേപോലെ കളറും ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഇതിപ്പോൾ ആ ഒരു ഇമേജിലായിട്ട് ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓഫ് ആക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി ഓണാക്കി നോക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ലെയറിലായിട്ടുള്ളത്. ലെയർ പാനലിലുള്ളത് ഇത്രയൊക്കെ ഓപ്ഷൻസ് ആണ്.